അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സാധാരണ കാണുന്ന മനഃശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ പല വീഡിയോകൾ കാണാറുണ്ട്. ഒന്നുമില്ല, നമ്മളിങ്ങനെ ശക്തമായിട്ട് വിചാരിക്കുക ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളായാലും നമ്മൾ അതിശക്തമായിട്ട് അതിങ്ങനെ സംഭവിച്ചതായിട്ട് ഭാവനയിൽ കാണുക. എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് എന്നും രാവിലെ എനിക്കത് സംഭവിച്ചതായിട്ട് കിട്ടിയതായിട്ട് ഇങ്ങനെ പറയാ. അങ്ങനെ അതിനൊരു പ്രത്യേക ചില ടേമുകളെല്ലാം ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സത്യത്തിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഒന്നുകൂടി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഏതൊരു വിഷയത്തിലായാലും തീർച്ചയായും വിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് കാണണമല്ലോ. അപ്പൊ നമ്മൾ എന്താണ് ശക്തമായിട്ട് നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ ആഗ്രഹം, അത് നമ്മളുടെ മനസ്സിനെ, നമ്മളെ ചിന്തയെ, നമ്മളെ ബുദ്ധിയെ സൃഷ്ടിച്ച പടച്ചവനാണെന്നല്ല അറിയുന്നത്. പടച്ചവനാണല്ല അത് സാധിപ്പിച്ച് തരേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഖുർആനിലോ ഹദീസിലോ അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നത്. അതായത് വിശുദ്ധ ഖുർആനില് ഈ ഫിർദൗസിനെ കുറിച്ച്, ഏറ്റവും ഉന്നതമായ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി എല്ലാവർക്കും കിട്ടൂല, അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് അത് കിട്ടും എന്നുള്ള സൂചനകളുണ്ട്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത് ഏറ്റക്കുറച്ചിലുകൾ, ഞാൻ വലിയവനാണെന്നോ ചെറിയവനാണെന്നോ, ഞാൻ അമല് ചെയ്തിട്ടുണ്ടെന്നോ, എത്ര ചെയ്തിട്ടുണ്ടെന്നോ, എനിക്ക് എത്രത്തോളം പാണ്ഡിത്യം ഉണ്ടെന്നോ, എത്രത്തോളം ഇൽമുണ്ടെന്നോ നോക്കാതെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഫിർദൗസിന് വേണ്ടി തന്നെ ചോദിക്കണം എന്നാണ് പറയുന്നത്. അതിന് ഒരു ചരിത്രത്തിൽ ഒരു സംഭവം പറയാം. ഉക്കാശ റളിയല്ലാഹു അൻഹു, സത്യത്തിൽ ചരിത്രത്തിൽ ആ സഹാബിയെ കുറിച്ച് കാര്യമായ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഉക്കാശ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനാവുന്നത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്തോഷ വാർത്ത സഹാബികളോട് പറയുകയാണ്. അതായത് 70,000 ആളുകൾ യാതൊരു വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അത് പറയുന്നതിന് മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ സാധാരണക്കാരായ നമുക്ക് എന്താ തോന്നുക? അവരൊക്കെ നേരത്തെ സ്വർഗത്തിൽ പോകും, അവരത്ര ഞാൻ പഠിച്ചിട്ടില്ല, അവരത്ര ഞാൻ ഓതിയിട്ടില്ല, അവരത്ര എനിക്ക് ഖുർആൻ അറിയില്ല, അവരത്ര എനിക്ക് പാണ്ഡിത്യമില്ല, ഞാൻ ഹാഫിളല്ല, ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ മദ്രസ പഠിച്ചിട്ടില്ല, എനിക്ക് ദീൻ അറിയില്ല. നമുക്കൊരു കോംപ്ലക്സ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുമല്ലോ. അതേസമയം സഹാബത്തിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഉക്കാശ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിച്ചു വരാം. 70,000 ആളുകൾ യാതൊരു വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ അത്ര പ്രാധാന്യം, സഹാബത്തിന്റെ പ്രാധാന്യം കുറച്ച് കാണുകയല്ല കേട്ടോ, ആ രീതിയിൽ മനസ്സിലാക്കരുത്. ഗംഭീരന്മാരായ സഹാബികൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഹംസ, അങ്ങനെ ഒരുപാട് ആളുകളുടെ സദസ്സിൽ പെട്ടെന്ന് ഉക്കാശ ചാടി എണീറ്റ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂലെ, എന്നെ അതിൽ ഉൾപ്പെടുത്താൻ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. ഭയങ്കര ഒരു മോട്ടിവേഷനാണ് നമ്മളെപ്പോലുള്ളവർക്ക് അതിൽ നിന്ന് കിട്ടേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അതിൽ പെട്ടിട്ടുണ്ട്, നീ അതിൽ പെട്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ സന്ദർഭം കണ്ട് മറ്റു സഹാബികൾ ഓരോരുത്തർ എണീറ്റ് നിന്ന് പറയാൻ തുടങ്ങി, ഞാനും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മറുപടി ഉണ്ട്, ആ ചാൻസ് ഉക്കാസ കൊണ്ടുപോയി. ഇതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ, ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹുവിന്റെ പ്രാർത്ഥനയിൽ ഒരു പ്രധാന പ്രാർത്ഥനയായിരുന്നു, പ്രവാചകന്റെ പട്ടണത്തിൽ വെച്ച്, പ്രവാചകന്റെ നഗരിയിൽ വെച്ച് എന്നെ ഷഹീദാക്കണേ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പ്രാർത്ഥനയാണ്? സാധാരണ ആളുകൾ ഷഹീദാവുന്നത് മദീനക്ക് പുറത്തുപോയി പല യുദ്ധങ്ങളിലും ഇസ്ലാമിന് വേണ്ടി പോരാടിയിട്ടാണ് ഷഹീദാവുന്നത്. എന്നാലും ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ആത്മാർത്ഥമായ ആ പ്രാർത്ഥന അള്ളാഹു എങ്ങനെയാണ് സ്വീകരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണത്തിൽ നിന്നും ഷഹീദാവാൻ വേണ്ടി ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ നിന്നും ഷഹീദായി. അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് ആഗ്രഹിക്കാം. ഈ മനഃശാസ്ത്രത്തിന്റെ ആഗ്രഹം ഉണ്ടല്ലോ, മനസ്സ് എന്താണെന്ന് ശാസ്ത്രത്തിന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ മനഃശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന ആളുകൾ പറയുന്നത് വല്ലാതെ നമ്മളങ്ങനെ കണക്കിലെടുക്കണ്ട. നമ്മളോട് അള്ളാഹു എന്താണ് പറഞ്ഞത്, പ്രവാചകൻ എന്താണ് പറഞ്ഞത്, അതാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്.
ഇത് പറയാനാണ് വന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.